കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു. വിരുന്നുകാരാ 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 വന്നാട്ടെ. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു. വിരുന്നുകാരാ 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 വന്നാട്ടെ. മാരനാണ് വരുന്നതെങ്കിൽ മധുരപ്പത്തിരി നൽകിയിടാം. വയസ്സനാണ് വരുന്നതെങ്കിൽ അയലേൻ ചോറും നൽകിയിടാം. ഇടയ്ക്കിടയ്ക്ക് വെറ്റില തിന്നാൻ ഇടിച്ചിടിച്ചു കൊടുത്തിടാം. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു. വിരുന്നുകാരാ 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 വന്നാട്ടെ. ഇന്ന് എല്ലാവർക്കും ഞാനൊരു സുപ്രഭാതം നേരുന്നു. പിന്നെ വാഴ നമ്മുടെ ഭക്ഷ്യ സംസ്കാരത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു സസ്യമാണ്. ഇതിൻ്റെ വിഭവങ്ങൾ, ഇതിൻ്റെ അടിമുടിയുള്ള ഓരോ വിഭവങ്ങളും ഭക്ഷ്യയോഗ്യമാണ്. കാക്ക അതുപോലെ തന്നെ നമ്മൾ പുച്ഛിച്ച് തള്ളുന്നു പലരും കാക്കയെ കറുപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെങ്കിൽ കാക്ക നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ വളരെയധികം നമ്മളെ സഹായിക്കുന്ന ഒരു ജീവിയാണ്, ഒരു പക്ഷിയാണ്. നമുക്ക് പരിസരം ശുചീകരിക്കുന്നു. നമ്മുടെ പിതൃകർമ്മങ്ങൾക്ക്, നമ്മുടെ പൂർവികരെ അനുസ്മരിക്കുന്നതിന് എല്ലാം, നമ്മുടെ മരണാനന്തര ക്രിയകൾക്കൊക്കെ കാക്ക, വേറെ ഒരു പക്ഷിയും നമ്മൾ ആശ്രയിക്കുന്നില്ല, കാക്ക തന്നെയാണ്. അതുകൊണ്ട് എന്നാൽ നമ്മളെ കാക്ക സേവിക്കുന്നെങ്കിലും കാക്ക എപ്പോഴും സ്വാതന്ത്ര്യം കാക്ഷിക്കുന്ന ഒരു പക്ഷിയാണ്. കാക്കയെ ഒരിക്കലും കൂട്ടിലിട്ട് വളർത്താൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ കദളിവാഴയുടെയും കാക്കയുടെയും പ്രാധാന്യം മനസ്സിലാക്കി അതിന് രണ്ടിനും നമ്മൾ പ്രോത്സാഹനം കൊടുക്കുക, പരിരക്ഷിക്കുക. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരു സുപ്രഭാതം. നിങ്ങളുടെ സരസ്വതി ടീച്ചർ.